തിരുവനന്തപുരത്ത് കോൺഗ്രസ് ബി.ജെ.പി. നേതാക്കൾ ഒരേ സമരവേദിയിൽ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.വി. രാജേഷുമാണ് ആശമാരുടെ സമരത്തിൽ ഒരേ വേദിയിലെത്തിയത്. ഡി.സി.സി. പ്രസിഡന്റ് പാലോട് രവി, ഷിബു ബേബി ജോൺ എന്നിവർക്കൊപ്പമാണ് ബി.ജെ.പി. നേതാവ് വി.വി. രാജേഷും സമരവേദിയിലെത്തി. വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് ചേരുകയാണ്. കമലേഷ്, ആർ.എസ്.എസുമായി ഒളിഞ്ഞല്ല, തെളിഞ്ഞു തന്നെയാണ് സഹകരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഒടുവിൽ ഈ ആശമാരുടെ സമരവേദിയിൽ കാണാൻ കഴിയുന്നത്. വി.വി. രാജേഷ് അല്ലാതെ മറ്റേതെങ്കിലും ബി.ജെ.പി. നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തോ? ഈ ആശാസമരം അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കൊണ്ടുപോകുന്നതെന്ന് ഇപ്പോൾ കേരള സമൂഹം കാണുകയാണ്. ഒരേ സമരവേദിയിൽ കോൺഗ്രസും ആർ.എസ്.എസും ബി.ജെ.പിയും കൈകോർക്കുകയാണ്. എന്താണ് ഈ സഹകരണത്തെക്കുറിച്ച് പറയാൻ, കൂട്ടിച്ചേർക്കാനുള്ള കൂടുതൽ കാര്യങ്ങൾ? സിജു, ആശമാരുടെ സമരം ആരംഭിച്ചത് മുതൽ ഈ വിഷയത്തെ സർക്കാരിന് എതിരാക്കി, പാർട്ടിക്ക് CPM-നെതിരാക്കിയൊക്കെ വലിയ പ്രചരണായുധമാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും ബി.ജെ.പിയും എല്ലാം നടത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ബി.ജെ.പിയുടെ നേതൃത്വത്തിലും വലിയ സമരം, അതിനുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ആശമാർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം, അതായത് ആർ.എസ്.എസുമായുള്ള കോൺഗ്രസിൻ്റെ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മറ്റ് വിവിധ പാർട്ടികൾ ആർ.എസ്.എസുമായി ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വലിയ വിമർശനമാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെ, അതായത് CPM-നെതിരെ പോലും ആർ.എസ്.എസ് ബന്ധമുണ്ട് എന്ന് ആക്ഷേപിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരം പ്രചരണം നടത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും വലിയ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തുന്നുണ്ട് കോൺഗ്രസും ബി.ജെ.പിയും എല്ലാം. പക്ഷേ ഈ വിഷയത്തിൽ നമുക്കിപ്പോൾ കാണുന്ന ഏറ്റവും തെളിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ആശമാരുടെ സമരത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സമരവേദിയിൽ ഒരുമിച്ചിരുന്ന് ഈ ആശമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വി.ഡി. സതീശനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതേ വേദിയിൽ തന്നെ ഷിബു ബേബി ജോൺ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഡി.സി.സി. പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, പാലോട് രവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവർക്കൊപ്പമാണ് മുൻ ഈ ബി.ജെ.പിയുടെ അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഇദ്ദേഹവും ഇതിൻ്റെ വി.വി. രാജേഷ് ഉൾപ്പെടെ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വേദി പങ്കിട്ട് ഒരേ വേദിയിൽ ബി.ജെ.പിയും കോൺഗ്രസും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരേ വേദി പങ്കിട്ടുകൊണ്ട് ഒരേ ആശയ പ്രചരണത്തിന് വേണ്ടി അവർ ആ വേദി പങ്കിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിന് കാലിക പ്രസക്തമായ ഒരു വിഷയം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലെ ചർച്ചകളെല്ലാം തന്നെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾ എന്ന് പറയുന്നത് CPM-നെ ബി.ജെ.പിയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം, അല്ലെങ്കിൽ ആർ.എസ്.എസിനെ കൂട്ടിക്കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്താനാണ് കോൺഗ്രസ് ഇന്നലെ തൊട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നത്. നേരത്തെ തന്നെ ആർ.എസ്.എസുമായി CPM-ന് കൂട്ടുകെട്ടുണ്ട് എന്ന നിലയിലുള്ള പ്രചരണം നടത്തുന്നു. പക്ഷേ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഉൾപ്പെടെ വളരെ കൃത്യമായി കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ഒരു വേദിയിൽ കോൺഗ്രസും ബി.ജെ.പിയും ഒരേ വിഷയം ഉന്നയിച്ച് ഒരേ സമരവേദിയിൽ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു സഹകരണമാണ് നിലവിലിപ്പോൾ കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ നടത്തുന്നത് എന്നതാണ് നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഈ ദൃശ്യങ്ങൾ തന്നെയാണ് യാഥാർത്ഥ്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശമാരുടെ വലിയൊരു സമരം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഒരു നടപടി, അത് ആശമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടത് കേന്ദ്രമാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് തുടക്കം തൊട്ട് ബി.ജെ.പിയും ബി.ജെ.പിയുടെ കേന്ദ്രമന്ത്രിയും എല്ലാം ശ്രമിച്ചത്. അവർക്കെതിരെയൊന്നും ആശമാർക്ക് പരാതിയില്ല. എന്നാൽ അതേ ബി.ജെ.പിയും കോൺഗ്രസും എല്ലാം തന്നെ CPM-നെതിരെ, സർക്കാരിനെതിരെ വലിയ പ്രചരണം നടത്തുമ്പോൾ പോലും ഒരുമിച്ച് ഈ വിഷയത്തിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഒരേ വേദിയിൽ ഇവർ വേദി പങ്കിട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരുമായിട്ടാണ് കൂട്ടുകെട്ട് എന്നത് വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ സമരം മുന്നോട്ട് പോകുന്നത്. സിജു, കമലേഷ്, ഇത് കൈകോർത്തത് കോൺഗ്രസും ബി.ജെ.പിയും എന്ന തരത്തിൽ തന്നെയല്ല. ആ സമരവേദിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കൂ. അതിൽ RSPയുടെ നേതാവ് ബേബി ജോൺ ഉണ്ട്, ഒപ്പം തന്നെ SUCയുടെ നേതാവുണ്ട്. SUC നമുക്കറിയാം, ഈ സമരം SUC എന്ന് പറയുന്ന ഒരു സംഘടന കേരള സമൂഹത്തിൽ യാതൊരു സാന്നിധ്യവും അറിയിക്കാത്ത ഒരു സംഘടന വളരെ പെട്ടെന്ന് ആശമാരുടെ സമരവുമായി രംഗത്ത് വരുമ്പോൾ തന്നെ അതിന് പിന്നിലുള്ള ദുരൂഹത കേരള സമൂഹം സംശയിച്ചതാണ്. ഇപ്പോൾ ആരൊക്കെയാണ് ഈ സമരത്തിന് പിന്നിലുള്ളതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. മുള്ളും മുരടും മൂർഖൻ പാമ്പും എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും ഈ സമരത്തിൻ്റെ ഭാഗമായി തന്നെയുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള സമരമുഖം തുറക്കാൻ, വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താൻ, വലിയ തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ ശ്രമം, അതിന് ഈ കൂട്ടുകെട്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മഴവിൽ സഖ്യം തന്നെയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നത് ഒളിഞ്ഞായിരുന്നുവെങ്കിൽ ആ സഹകരണം തെളിഞ്ഞു തന്നെ. അവർ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. ആ മഴവിൽ സഖ്യം തന്നെയാണ് ഒരുപക്ഷെ നിലമ്പൂരിലടക്കം കാണാൻ പോകുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നുണ്ട്. കമലേഷ്, സിജു,
തീർച്ചയായും ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പോലും UDF-ഉം BJP-യും ഒക്കെ തന്നെ വളരെ അടുത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് എന്നുള്ള നിലയിൽ ഒരു മുന്നണിയെ പോലെ പ്രവർത്തിച്ച പല തെരഞ്ഞെടുപ്പുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിലും UDF-ഉം BJP-യും ഒരുമിച്ച് തന്നെയാണ് ഈ സമരത്തിലുമുള്ളത്. അത് നേരത്തെ ഒരു കോലീബി സഖ്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആ തരത്തിൽ കോലീബി സഖ്യം എന്നുള്ള നിലയിൽ പല തെരഞ്ഞെടുപ്പുകളിൽ CPM-നെതിരെ LDF-നെതിരെ അവർ മത്സരിച്ചിട്ടുണ്ട്. പല സർക്കാരുകളെയും അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ സഖ്യം നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ആ കൂട്ടത്തിൽ അതായത് ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ RSP-യുടെ നേതാവ് ഷിബു ബേബി ജോൺ, കോൺഗ്രസിന്റെ നേതാക്കളെല്ലാവരും അതോടൊപ്പം BJP-യുടെ നേതാവും ഒരേ വേദിയിൽ ഇരുന്നു കൊണ്ട് ആ സഖ്യം ഇപ്പോഴും തുടരുന്നു. നിലമ്പൂരിൽ ഉൾപ്പെടെ ആ സഖ്യം തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് തടയിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് മറ പിടിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. CPM-ന് BJP-യുമായി RSS-ഉമായി സഖ്യമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പകൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ നേതാക്കളെല്ലാം BJP-യുടെയും കോൺഗ്രസിൻ്റെയും RSP-യുടെയും അതായത് UDF-ന്റെ നേതാക്കളും BJP-യുടെ നേതാക്കളും എല്ലാം തന്നെ ഒരു വേദിയിൽ ഒരു ആശയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ആശമാർക്ക് വേണ്ടി സംസാരിക്കുന്നത്, അവർക്കൊപ്പം സർക്കാരിനെതിരെ ഒരു സമരത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളത് എന്ത് സന്ദേശമാണ് നിലമ്പൂരിൽ ഉൾപ്പെടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. നിലമ്പൂരിലും ഈ സഖ്യം തന്നെയാണുള്ളത്. അതിനനുസരിച്ച് ആ വോട്ടുകൾ നേടാൻ, ഇതെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വോട്ടുകൾ നേടാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ ആയിരിക്കണം ഒരുപക്ഷെ ഇത്തരത്തിലൊരു സഖ്യത്തിൻ്റെ ഭാഗമായി ഇവിടെയും ഒരുമിച്ച് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ഈ സമരത്തിൻ്റെ ഭാഗമായും കോൺഗ്രസും BJP-യും നിൽക്കുന്നത്. സിജു.